അവൾ ഓടിച്ചെന്ന് തട്ടി നിന്നത് ആ ദൃഢമായ നെഞ്ചിലായിരുന്നു. ആ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവനോളം ആർക്കാണ് അവളെ സ്നേഹിക്കാൻ പറ്റുക? അവനോളം ആർക്കാണ് അവളെ മനസ്സിലാക്കാൻ കഴിയുക? അവനോളം ആർക്കാണ് അവളെ പൊതിഞ്ഞു പിടിക്കാൻ കഴിയുക? തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകനടി ഒളിപ്പിച്ചു വെക്കുന്ന പോലെ ജയ്ക്ക് തോന്നി. മുഖമുയർത്തി നോക്കിയവൾ. അവന്റെ നെഞ്ചപ്പമുള്ള പെണ്ണ്, എങ്കിലും തല ഉയർത്തി നോക്കിയാൽ കാണാൻ പൊന്നും കുരിശ്. അത് മാത്രം മതിയായിരുന്നു. എന്തിനോ അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. ചാച്ചന്റെ കൊച്ച് എന്തിനാ കരഞ്ഞ്? ഇവ മോളെ വല്ലം പറഞ്ഞോടാ? രവി വാത്സല്യത്തോടെ അവളുടെ തലയെ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഈ ലോകത്ത് മുത്തശ്ശി കഴിഞ്ഞ് പിന്നെ അവളെ സ്നേഹിച്ച് താങ്ങി നിർത്തിയ അവളുടെ ചാച്ചനല്ലാതെ ആർക്കാണ് അവളെ പൊതിഞ്ഞു പിടിക്കാൻ കഴിയുക? അവനോളം സുരക്ഷിതത്വം വേറെ ആരിൽ നിന്ന് കിട്ടുക? ജയ് ചിന്തിച്ചു പോയി. രവി തലയുയർത്തി കത്തുന്ന കണ്ണുകളോടെ ജയെ നോക്കി. ഡാ, നീ കാരണമാണോ എൻ്റെ മോളുടെ കണ്ണ് നിറഞ്ഞത്? ജയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ പോകാൻ നിന്നവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി അവൾ. ചാച്ച, സാർ എന്നെ തല്ലാൻ വന്നതല്ല, അവൾ പതിയെ പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് എന്താണ് ശ്രീ? രവി കലിപ്പിലാണ്. ഇവിടെ സാറിന്റെ ഒരു മോതിരം കളഞ്ഞുപോയി, അത് നോക്കുമായിരുന്നു ചാച്ച. എന്നിട്ട് കിട്ടിയോ കൊച്ചെ? അത് പിന്നെ നോക്കുമായിരുന്നു, അപ്പൊ അല്ലേ ചാച്ചൻ വന്നത്? ശ്രീ ഒരു കള്ളവങ്ങ് തട്ടിവിട്ടു. ജയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു കുലുക്കവുമില്ല. എന്നാ പിന്നെ കൊച്ചെ, ഞാനും കൂടി കൂടാ. അത് പിന്നെ ഇപ്പൊ കിട്ടി ചാച്ച. അവനൊന്ന് അമർത്തി മൂളി. ജയ് ഒന്ന് നോക്കി. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ല, അതേ ഭാവം. ചാച്ച, ഞാനൊരു ചായ എടുക്കട്ടെ? ശ്രീ ചോദിച്ചു. എടുത്തോ മോളെ, രവി പറഞ്ഞു. നല്ല ക്ഷീണം തോന്നുന്നുണ്ട് മോളെ. അവൾ അടുക്കളയിലേക്ക് നടന്നു. ചാച്ചനോട് എനിക്ക് കള്ളം പറയാനാകില്ല, എല്ലാം തുറന്നു പറയണം. അതിനെനിക്ക് കുറച്ച് സമയം വേണം. അതാ ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അച്ചുവിനെ കുറിച്ച് പറഞ്ഞാൽ ചാച്ചന് ദേഷ്യം വരുവോ? എന്നെ വഴക്കു പറയോ? എന്തായാലും ചാച്ചനോട് തുറന്നു പറയണം. എൻ്റെ ചാച്ചന് ഇഷ്ടമില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. മറ്റാരും ഇല്ലാത്തപ്പോഴും എനിക്ക് എൻ്റെ ചാച്ചൻ മാത്രമുള്ളായിരുന്നു. എൻ്റെ ചാച്ചനെ മറികടന്ന് ഞാനൊന്നും ചെയ്യില്ല. ചെയ്യാൻ ഈ ശ്രീഭദ്രയ്ക്കാകില്ല. അത് അച്ചുവേട്ടൻ പറഞ്ഞാലും അനുസരിക്കില്ല ഞാൻ. അവൾ ദൃഢനിശ്ചയമെടുത്ത് ചായ ഇടാനായി തുടങ്ങി. ജയ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, രവി കനത്ത സ്വരത്തിൽ പറഞ്ഞു. അതിനെന്താ അളിയ? ഒരു മുഖവില, നമുക്ക് സംസാരിക്കാലോ, ജയ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അതിനൊരു കത്തുന്ന നോട്ടമാണ് രവി മറുപടിയായി കൊടുത്തത്. വാടാ, നമുക്ക് ബാൽക്കണിയിൽ പോയി സംസാരിക്കാം. അത് പറഞ്ഞ് ജയ് മുകളിലേക്ക് പോയി. ചാച്ച, ദേ ചായ കുടിച്ചിട്ട് പോ. മുകളിലേക്ക് പോകാനായി നിന്ന രവിയോടായി ശ്രീ പറഞ്ഞു. അവൻ അവളുടെ കവളിൽ ഒന്ന് പിച്ചി. ആ ചായ വാങ്ങി കുടിച്ചു. എന്താണ് ചാച്ചന്റെ കൊച്ചെ, വലിയ സന്തോഷത്തിലാണല്ലോ. അവൾ അവനെ ചമ്മി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അതുപോട്ടെ, നിന്റെ കെട്ടിയോനെ ചായ കൊണ്ട് കൊടുക്കുന്നില്ലേ? രവി ഒരു കളിയോടെ ചോദിച്ചു. ഞാൻ ചോദിച്ചതാ ചാച്ച, ഈ ടൈം ചായ കുടിക്കാറില്ല എന്നാ പറഞ്ഞേ. എനിക്കറിയാം കൊച്ചെ, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. മോളെ, ഞങ്ങൾ മുകളിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, രവി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. ശരി ചാച്ച. അവൾ അടുക്കളയിലേക്ക് അതും പറഞ്ഞു നടന്നു. അവർക്കിടയിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. അവർ സമാധാനമായി സംസാരിക്കട്ടെ. അച്ചുവേട്ടന്റെ സ്നേഹം സത്യമാണെന്ന് ചാച്ചൻ മനസ്സിലാക്കട്ടെ. എന്തോ എനിക്ക് എന്നോട് പരിഭവമായിരുന്നു. പക്ഷേ ആൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ സ്നേഹം, ആ വാക്കുകൾ ഒന്നും എനിക്ക് കള്ളമായി തോന്നിയില്ല. അച്ചുവേട്ടന്റെ ഓരോ വാക്കുകളിലും ഓരോ നോട്ടത്തിലും എന്തിനേറെ ഓരോ സ്പർശനത്തിനും എന്നോട് അലയടിക്കുന്ന പ്രണയം മാത്രമായിരുന്നു. അതാ കണ്ണുകളിൽ ഞാൻ കണ്ടതാ. എനിക്ക് പരിഭവം കാണിക്കാൻ പോലും കഴിയുന്നില്ല. ഏട്ടൻ എൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മുമ്പെങ്ങോ ഉള്ള സാമീപ്യം പോലെ തോന്നിയത്? ഞാൻ എന്താ അച്ചുവേട്ടെന്ന് വിളിച്ചത്? അവൾക്ക് തല പൊട്ടുന്ന പോലെ തോന്നി. അവിടെ കണ്ട കസേരയിൽ അവൾ ഇരുന്നു പോയി. ഓർമ്മകളിൽ എവിടെയോ കണ്ട മുഖം, അറിഞ്ഞ ആ സാമീപ്യം, മനസ്സിൽ അവ്യക്തമായ ഒരു മുഖം. തൻ്റെ സ്വപ്നങ്ങളിൽ വരുന്ന ആ മുഖം അച്ചുവേട്ടൻ്റെ ആണോ? ജയ്! രവി അവന്റെ അടുത്തായി ചെന്ന് അവനെ തട്ടി വിളിച്ചു. അവനിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. ബാൽക്കണിയുടെ റെയിലിങ്ങിൽ കൈ മുറുക്കി പിടിച്ച് നിൽക്കുന്ന ജയ്യെ ആണ് അവൻ കണ്ടത്. രവി ജയുടെ മുന്നിലായി വന്നു നിന്നു. ഡാ, എന്താടാ, എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? നീ കരഞ്ഞോ? അവനൊന്നും പറയാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ രവിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളായിരുന്നു. അവൻ പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവനെ ഇറുക്കി പുണർന്നു.
ജയ്ക്ക് ഇപ്പോൾ ഒരു താങ് ആവശ്യമാണെന്ന് അവനേക്കാൾ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റും. ഒന്നും പറയാതെ തന്നെ അവന്റെ മനസ്സിന്റെ സംഘർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നോണം അവൻ ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. രവി എന്നും അങ്ങനെയല്ലേ, മറ്റുള്ളവരുടെ അവസ്ഥ പറഞ്ഞായാലും പറയാതെയായാലും അവന് മനസ്സിലാക്കാൻ പറ്റും. ചേർത്ത് പിടിക്കാൻ ആ കരുത്തുറ്റ കൈകൾ എന്നും കാണും. രവിയുടെ നെഞ്ചിൽ അവന്റെ കണ്ണീരിന്റെ ചൂട് അറിഞ്ഞെന്നോണം അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ ഒന്ന് ഓക്കെ ആയാൽ എല്ലാം പറയും എന്ന് രവിക്ക് നന്നായി അറിയാമായിരുന്നു. കുറച്ച് ടൈം അങ്ങനെ ഇരുന്നു പോയി ശ്രീ. അവൾ പതുക്കെ എഴുന്നേറ്റ് മുഖം ഒന്ന് അമർത്തി കഴുകി ബാക്കി ജോലികളിലേക്ക് പോയി. ഹരി തന്റെ കട്ടിലിന്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് നാളത്തെ പ്രസന്റേഷൻ എല്ലാം ഒന്നുകൂടി നോക്കുകയാണ്. അവന് പക്ഷെ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഫയൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാനായി തന്റെ PA ആയ പല്ലവിയെ വിളിച്ചേൽപ്പിച്ചിരുന്നു. ഹെഡ് ബോർഡിൽ നിന്ന് മാറി അവൻ കട്ടിലേക്ക് കിടന്നു. കണ്ണിന് കുറുകെ കൈവച്ചാണ് അവന്റെ കിടപ്പ്. ഇന്നത്തെ സംഭവങ്ങളാണ് അവന്റെ മനസ്സിൽ. ശ്രീ, അവളെ ഞാൻ ഇന്ന് തല്ലിപ്പോയല്ലോ. എൻ്റെ മോൾ ഇന്നേ വരെ അവളെ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല, സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടില്ല. തല്ലണം എന്നാഗ്രഹിച്ചല്ല അവിടെ നിന്നെ കണ്ടപ്പോൾ തല്ലിപ്പോയതാ. ഞങ്ങൾ 3 ആങ്ങളമാർക്കും ആകെയുള്ള ഒരു സഹോദരിയല്ലേ മോളെ നീ. പക്ഷെ എനിക്ക് നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞെ. എല്ലാവരും നിനക്കെതിരെ നിന്നപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അമ്മയുടെ വയറ്റിൽ നീ വളർന്നപ്പോൾ എൻ്റെ മനസ്സിലാടാ നീ വളർന്നേ. നിന്റെ വരവിനായി ഓരോ മാസവും കാത്തിരുന്നു. പക്ഷെ നീ വന്നപ്പോഴേക്കും നമ്മുടെ അമ്മ പോയില്ലേ. ദേഷ്യമായി പോയി മോളെ. ബന്ധുക്കളുടെ വാക്കു മാത്രം ചെവിക്കൊണ്ടു. എല്ലാവരും നിന്നെ വെറുത്തപ്പോൾ എനിക്ക് നിന്നോട് വെറുപ്പല്ല മോളെ, മാറ്റി നിർത്താൻ മാത്രം തോന്നിയുള്ളൂ. ഇന്ന് നിന്നെ തല്ലിക്കഴിഞ്ഞ് കലങ്ങിയ കണ്ണോടെ നോക്കിയ നോട്ടം മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നുമില്ല, നീയാണ് ശരി. നീ ശരിക്കും രക്ഷപ്പെട്ടതല്ലേ? ഇവിടുത്തെ ദുരിത ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയല്ലേ ചെയ്തത്? അച്ഛൻ്റെ അനുജത്തിയുടെ തട്ടിൽ എന്നും താണിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു. ചേർത്ത് പിടിക്കാതെ, വേദനകൾ ചേർത്ത് നിർത്താതെ വെറും കാഴ്ചക്കാരനായി നിന്ന തനിക്ക് അവളെ തല്ലാൻ ഒരർഹതയുമില്ലായിരുന്നു. അവൻ വേദനയോടെ ഓർത്തു. കണ്ണുകൾ തുടയ്ക്കുന്നതനുസരിച്ച് അവ വീണ്ടും നിറഞ്ഞു വന്നു. എത്ര അകറ്റി നിർത്തിയാലും സ്വന്തം ചോരയല്ലേ, വേദനിക്കാതിരിക്കുമോ? കുറച്ച് കഴിഞ്ഞതും ജയ് അവനിൽ നിന്ന് അകന്നു നിന്നു. രവി. ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജയ് അവനെ വിളിച്ചു. പറഞ്ഞോ ജയ്? രവി ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. നിനക്കിട്ടൊന്ന് പൊട്ടിക്കാനായി വന്നതാ ഞാൻ. അതുപോലെയല്ല ഞാൻ വന്നപ്പോ കണ്ടത്. പക്ഷെ നിന്റെ ഈ നിൽപ്പ് കണ്ടപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജയ്, ഇത് കാര്യം ചെറുതൊന്നുമല്ലെന്ന്. എന്താ നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ വേദന? നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് വേദന മാത്രമല്ല, ഒരു തിളക്കം കൂടിയുണ്ട്. എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ ജയ് അവിടെ നിന്ന് ഇറങ്ങിയത്? അവളെ കാണാനായി നീ വരാൻ പാടില്ലെന്ന്. നീ മോൾക്ക് ആഗ്രഹം കൊടുത്ത്. ബാക്കി പറയാതെ അവനൊന്ന് നിർത്തി ജയ്യെ നോക്കി. അത്രയും സമയം ഉണ്ടായിരുന്ന ജയ് അവന്റെ ഷർട്ടിന്റെ കോളറിൽ ദേഷ്യത്തോടെ കയറി പിടിച്ചു. നീ എന്താ ഡെവി പറഞ്ഞു വരുന്നത്? ഞാൻ അവളെ ആവശ്യത്തിനാണ്, കാര്യം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം എന്നാണോ നീ കരുതിയിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്? പറയടാ, ആണോന്ന്? നിനക്ക് എന്നെ അറിയാവുന്നതല്ല ഡെവി, എന്നിട്ട് നീ? ഹേ ജയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലടാ. പാവമല്ലേടാ അവൾ. ആരിൽ നിന്നും സ്നേഹം കിട്ടാതെ വന്ന കുട്ടിയല്ലേ അവൾ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെയാണോ ഡെവി? നിനക്ക് അവളുടെ വേദന മാത്രം കാണാൻ കഴിയുന്നല്ലോ ഡെവി. നിനക്ക് എൻ്റെ വേദന കാണാൻ പറ്റുന്നുണ്ടോടാ? ജയുടെ വാക്കുകൾ ഇടറി. ജയ് ഡാ. ഡെവി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ജയ് അവനിൽ നിന്ന് അകന്നു മാറി. ഞാൻ വീട്ടുകാരുടെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ദുഷ്ടനാണ്, ആരോടും സഹതാപമില്ലാത്തവൻ, ദേഷ്യത്തിൻ്റെ മൂർത്തിഭാവം ഒക്കെയാണ്. എന്നെ ഇങ്ങനെ ആക്കിയത് ആരാടാ? ആര് കാരണവാടാ? അവൾ മാത്രം. ജയ്. അവന്റെ വെളിപ്പെടുത്തലിൽ ഒരു നിമിഷം ഡെവി ഭൂമി പിളർന്ന് താഴെ പോയ പോലെ അവന് തോന്നിപ്പോയി. പതുക്കെ ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതേടാ, അവൾ എൻ്റെ അമ്മുവാടാ, എൻ്റെ പെണ്ണ്, എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി എൻ്റെ പ്രാണൻ, ഈ അസുരന്റെ കുഞ്ഞു പെണ്ണ്. ജയുടെ വെളിപ്പെടുത്തലിൽ ആകെ വിറങ്ങലിച്ചു പോയി ഡെവി. അമ്മുമോൾ? പക്ഷെ എങ്ങനെ? ജയുടെ വാക്കുകൾക്കായി അവൻ കാതോർത്തു.
ഇനി നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാമേ. ഇന്നത്തെ ആദ്യത്തെ വരികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അത് നമ്മളുടെ ഫ്ലാഷ് ബാക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഒരു പാട്ട് കൂടി ചോദിക്കല്ലേ കൂട്ടുകാരെ. എല്ലാ മാസവും എത്താറുള്ള ആ വിരുന്നുകാരൻ ഈ പ്രാവശ്യം നേരത്തെ എത്തി, വയ്യാതിരിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്.